ഇപ്പൊ ചോദിക്കാനുള്ളത്, അന്ന് ഫൈസൽ മുസ്ലിയാരോട് നാസർ സുല്ലമി ചോദിച്ച ആ ചോദ്യത്തിനുള്ള മറുപടിയാണോ ഫൈസൽ മുസ്ലിയാർ അന്ന് പറഞ്ഞിരുന്നത്? അതല്ല, മറുപടിയല്ലാതെ തൻ്റെ മനസ്സിലുള്ള വേറെ ഒരു ആശയം ആ സന്ദർഭം ഉപയോഗപ്പെടുത്തി പറഞ്ഞതാണോ എന്നതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. ചോദ്യം വ്യക്തമാകുന്നുണ്ടല്ലോ. ഫൈസൽ മുസ്ലിയാർ അന്ന് ചോദിച്ചത്, ഫൈസൽ മുസ്ലിയാരോട് നാസർ സുല്ലമി അന്ന് ചോദിച്ചത് ഇസ്തിംതായിൽ ഇസ്തിആനത്ത് പെടുമോ എന്നല്ല, നേരെ മറിച്ച് ജിന്നിനോടുള്ള സഹായ തേട്ടവും വസീലത്തു ശിർക്കാണ് എന്നതിന് ഖുർആനിൽ നിന്ന് ഒരായത്ത് ഉദ്ധരിക്കാമോ? ആ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് അദ്ദേഹം ആ അൻആമിലെ 128-ാമത്തെ ആയത്ത് ഓതിയത് എന്നാണ് ധരിച്ചിരുന്നത്. ഇന്നത്തെ അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ നിന്ന് ഇസ്തിംതായിൽ ഇസ്തിആനത്തും പെടും എന്നാണ് ആ ആയത്ത് ഉദ്ധരിച്ച് ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ സംശയം, നാസർ സുല്ലമിയുടെ ചോദ്യത്തിനാണോ മറുപടി പറഞ്ഞത്? അതല്ല, മറുപടി എന്ന വ്യാജേന മറ്റെന്തെങ്കിലും ആശയം പറഞ്ഞതാണോ? ഇതാണ് എനിക്ക് ഒന്നാമതായി ചോദിക്കാനുള്ളത്. എങ്കിൽ എങ്ങനെയാണ് ആ ചോദ്യം ചോദ്യമാകുന്നത്, ആ മറുപടി മറുപടിയാകുന്നത്? തീർച്ചയായും ആ ചോദ്യത്തിന് തന്നെയാണ് മറുപടി പറഞ്ഞത്. തീർച്ചയായും ആ ചോദ്യത്തിന് തന്നെയാണ് മറുപടി പറഞ്ഞത്. വിശദീകരമായിരുന്നു. എൻ്റെ ചോദ്യം ശ്രദ്ധിക്കുക. ഇതാണ് എൻ്റെ ചോദ്യം. മനുഷ്യനെ സംബന്ധിച്ച് ജിന്നുകളും അദൃശ്യവും അബൗദികവുമാണ് എങ്കിൽ അവയോടുള്ള ചോദ്യം, അതിൽ മുസ്ലിം ജിന്നിനോട് ഉള്ള ചോദ്യം വസീലത്ത് ശിർക്കാകുന്ന ഒരു സഹായമാണ് എങ്കിൽ അത് എന്താണ് അതിൻ്റെ പ്രമാണം? മുസ്ലിം ജിന്നിനോട് വസീലത്ത് ശിർക്കാകുന്ന സഹായാർത്ഥനയുടെ പ്രമാണം എന്ത്? അള്ളാഹു നിശ്ചയിച്ച ഏത് സബബിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ജിന്നിനോടുള്ള സഹായാർത്ഥന വസീലത്ത് ശിർക്ക് ആകുന്നത്? ഇത് പ്രമാണസഹിതം പറയണം. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, അഭൗതികമായ ജിന്നിനോടുള്ള സഹായ ചോദ്യം വസീലത്ത് ശിർക്ക് ആകുന്നതിനുള്ള പ്രമാണം എന്ത്? ഖുർആനിൽ നിന്നുമാണ്, ഹദീസിൽ നിന്നുമാണ്, മൻഹജ് സലഫ് അനുസരിച്ചാണ് താങ്കൾ മറുപടി പറയേണ്ടത്. ഇനി വസീലയായതുണ്ട് എന്നാണോ? തീർച്ചയായും ഉണ്ട്. ജിന്നുകളുമായുള്ള ബന്ധങ്ങൾ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിന്റെ 128-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വയൗമ യഹ്ശുറുഹും ജമീഅ യാ മഅശറൽ ജിന്നി ഖദ് ഇസ്തക്സതും മിനൽ ഇൻസി വഖാല ഔലിയാഉഹും മിനൽ ഇൻസ് റബ്ബനാ ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 128-ാമത്തെ ആയത്താണ്. അതുകൊണ്ട് ആയത്തോതിയില്ല എന്ന് പറയണ്ട. ആയത്തോതി ശിർക്കായതിന് 2 ആയത്തോതി, വസീലത്തു ശിർക്കായതിന് 1 ആയത്തും ഓതി. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 128-ാമത്തെ ആയത്താണ്. അതുകൊണ്ട് ആയത്തോതിയില്ല എന്ന് പറയണ്ട. ആയത്തോതി ശിർക്കായതിന് 2 ആയത്തോതി, വസീലത്തു ശിർക്കായതിന് 1 ആയത്തും ഓതി. എൻ്റെ ബഹുമാനനായ ഫൈസൽ മുസ്ലിയാരെ, താങ്കളോട് ഞാൻ ചോദിച്ചത്, താങ്കൾ ഓതിയ ആയത്തിന് ആരാണ് അങ്ങനെ മനസ്സിലാക്കിയത്? ഏത് സഹാബിയാണ് മനസ്സിലാക്കിയത് തന്നെ ചോദിച്ചത്. ഇതേലെ റബ്ബന ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ എന്ന ആയത്തിനെ അതിൽ വസീലത്ത് ശിർക്കുണ്ട് എന്ന് ഏത് സഹാബി മനസ്സിലാക്കി? ഏത് താബി മനസ്സിലാക്കി? ഏത് തബഉ താബി മനസ്സിലാക്കി? കിതാബ് കുറെ ഉണ്ടായിട്ട് കാര്യമില്ല, കിതാബ് വായിച്ചെന്ന പോരെ. അപ്പോ എൻ്റെ ചോദ്യം അത് തന്നെയാണ്. ആ ചോദ്യം ഇപ്പോൾ ഏത് സഹാബി പറഞ്ഞുവെന്നല്ലേ പിടിച്ചോളൂ സുല്ലമി. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു അയൽപ്പോൾ ഏത് സഹാബി പറഞ്ഞുവെന്നല്ലേ പിടിച്ചോളൂ സുല്ലമി. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു അയൽപ്പോൾ ഏത് സഹാബി പറഞ്ഞുവെന്നല്ലേ പിടിച്ചോളൂ സുല്ലമി. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു നോക്കണ്ട. എന്റെ ഒന്നാമത്തെ ചോദ്യം ഇതാ. ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. അപ്പൊ ആ ചോദ്യത്തിന് തെളിവായിട്ടാണ് ഈ ആയത്ത് ഓതിയത്. എന്റെ രണ്ടാമത്തെ ചോദ്യം, ജിന്നിനോടുള്ള സഹായതേട്ടം വസീലത്തു ശിർക്കാണ് എന്നതിന് ഫൈസൽ മുസ്ലിയാർ അവിടെ ഓതിയ ആയത്തിന് നാസർ സുല്ലമിയുടെ ചോദ്യം, ഏത് സഹാബിയാണ് വസീലത്തു ശിർക്കാണ് ജിന്നിനോടുള്ള സഹായതേട്ടം എന്നത് വ്യക്തമാക്കിയിട്ടുള്ളത്? നബിയുടെ കൂടെ ജീവിച്ച വല്ല സഹാബിയും അങ്ങനെ വസീലത്തു ശിർക്കാണ് ജിന്നിനോടുള്ള സഹായതേട്ടം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? തെളിവുദ്ധരിക്കാമോ എന്ന ചോദ്യത്തിന് ഇബ്നു അബ്ബാസിനെ നിങ്ങൾ എടുത്തു പറഞ്ഞു. താങ്കൾക്ക് ബാധ്യതയുണ്ട്. ഇബ്നു അബ്ബാസ് ജിന്നിനോടുള്ള സഹായതേട്ടം ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ വസീലത്ത് ശിർക്കാണെന്ന് പറഞ്ഞത് തെളിയിക്കാൻ അത് തെളിയിക്കണം. രണ്ടാമത്തെ ചോദ്യം എന്താ? ഇബ്നു അബ്ബാസിന്റെ പേര് ഉദ്ധരിച്ചത്
മൂപ്പര് ഏത് സഹാബിയുടെ പേര് പറയാൻ പറ്റുമോ, ഏത് സഹാബിയാ പറഞ്ഞത് എന്ന് ചോദിച്ചതാണോ? ആണെങ്കിൽ എങ്ങനെ അത്? ആ ചോദ്യത്തിന് ആ ഉത്തരം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കൃത്യമായി പറഞ്ഞു ഇബ്നു അബ്ബാസ് എന്ത് പറഞ്ഞു എന്ന്. വസിയത്തു ശിർക്ക് എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വസിയത്തു ശിർക്ക് എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വസിയത്തു ശിർക്ക് എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഏത് സഹാബി പറഞ്ഞുവെന്നല്ലേ പിടിച്ചോളൂ സുല്ലമി. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു വസിയത്തു ശിർക്ക് എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഏത് സഹാബി പറഞ്ഞുവെന്നല്ലേ പിടിച്ചോളൂ സുല്ലമി. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു അപ്പോൾ ഏത് സഹാബി പറഞ്ഞുവെന്നല്ലേ പിടിച്ചോളൂ സുല്ലമി. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു വസിയത്തു ശിർക്ക് എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വസിയത്തു ശിർക്ക് എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വസിയത്തു ശിർക്ക് എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നോക്കണ്ട, എന്റെ ഒന്നാമത്തെ ചോദ്യം ഇതാ. ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. അപ്പൊ ആ ചോദ്യത്തിന് തെളിവായിട്ടാണ് ഈ ആയത്ത് ഓതിയത്. എന്റെ രണ്ടാമത്തെ ചോദ്യം, ജിന്നിനോടുള്ള സഹായതേട്ടം വസീലത്തു ശിർക്കാണ് എന്നതിന് ഫൈസൽ മുസ്ലിയാർ അവിടെ ഓതിയ ആയത്തിന് നാസിർ സുല്ലമിയുടെ ചോദ്യം, ഏത് സഹാബിയാണ് വസീലത്തു ശിർക്കാണ് ജിന്നിനോടുള്ള സഹായതേട്ടം എന്നത് വ്യക്തമാക്കിയിട്ടുള്ളത്? നബിയുടെ കൂടെ ജീവിച്ച വല്ല സഹാബിയും അങ്ങനെ വസീലത്തു ശിർക്കാണ് ജിന്നിനോടുള്ള സഹായതേട്ടം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? തെളിവുദ്ധരിക്കാമോ എന്ന ചോദ്യത്തിന് ഇബ്നു അബ്ബാസിനെ നിങ്ങൾ എടുത്തു പറഞ്ഞു. താങ്കൾക്ക് ബാധ്യതയുണ്ട്. ഇബ്നു അബ്ബാസ് ജിന്നിനോടുള്ള സഹായതേട്ടം ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ വസീലത്ത് ശിർക്കാണെന്ന് പറഞ്ഞത് തെളിയിക്കാൻ അത് തെളിയിക്കണം. വസിയത്തു ശിർക്ക് എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഏത് സഹാബി പറഞ്ഞുവെന്നല്ലേ പിടിച്ചോളൂ സുല്ലമി. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു